ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഒരു വേദി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വിഷയം ശിവാജി കണ്ട ഹിന്ദു രാജ്യം എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മുടെ സുഹൃത്ത് ചോദിച്ചു, ശിവാജിയാണോ ശിവജിയാണോ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, അല്ല പല രീതിയിൽ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ചരിത്രപരമായി മനസ്സിലാക്കുന്നത് ശിവാജി എന്ന് തന്നെയാണ്. അതിനുള്ള കാരണം, ശിവാജി എന്ന് പറയുന്ന പേര് കൊടുക്കാനുള്ള കാരണം ശിവ എന്ന് പറയുന്ന ഒരു മദർ ഗോഡസസിൽ നിന്നാണ് എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നു. പിന്നീട് അത് ശിവന്റെ അവതാരമായിട്ടൊക്കെ ശിവാജിയെ അവതരിപ്പിക്കുന്നുണ്ട്. അത് വരുന്ന വഴി പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നു. ആരാണ് ശിവാജി എന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇന്ന് ശിവാജി ആരാണെന്ന് ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പിക്ചേഴ്സാണ് ഇതൊക്കെ. ഒന്ന് അഫ്സൽ ഷായെ, തന്നേക്കാൾ ഇരട്ടി വലിപ്പമുള്ള അഫ്സൽ ഷായെ എന്താ പറയുക, കേവലം ഒരു ബാഗ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പുലി നഖം കൊണ്ടുണ്ടാക്കിയ ഒരു ആയുധം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊല്ലുന്ന ധീരനായ കരുത്തനായ ഒരു ശിവാജിയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സമാനമായി കുതന്ത്രവും തന്ത്രവും ഒക്കെ മനസ്സിലാകുന്ന എന്താ പറയുക, ഔറംഗസീബിന്റെ കൊട്ടാരത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഹൗസ് അറസ്റ്റിലാകുന്ന ശിവാജിയെയും, അതുപോലെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്ന പോലെ കൊട്ടയിൽ ആപ്പിളൊക്കെ വെച്ച് എല്ലാ ദിവസവും കൊട്ടയിൽ ആപ്പിൾ വഴി കൊടുക്കുകയും അത് പരിശോധിച്ച് കുറേ നാൾ പരിശോധിച്ച് കഴിഞ്ഞ് അവസാനം പരിശോധിക്കാതെ ആകുന്ന സമയത്ത് അതിൽ വഴി പുറത്തേക്ക് കടക്കുന്ന ഒരു ശിവാജിയെയും ഒക്കെ, അതായത് ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കരുത്തനായ ഒരു ശിവാജിയെ നമുക്കറിയാൻ പറ്റും. ശിവാജി എന്ന് പറയുന്നത് ഒരു ഐക്കണാണ്. മിക്കവാറും വരുന്ന ഹിന്ദുത്വ റാലികളിലും മറ്റുമൊക്കെ ശിവാജിക്ക് കിട്ടുന്ന ഒരു പ്രാമുഖ്യം വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. ശിവാജിയുടെ ഒരു പ്രാർത്ഥനാ ഗീതം പോലെ വരുന്ന ഒരു കവിതയാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലല്ല, ബ്രജഭാഷയിലാണ്. ബ്രജഭാഷ അറിയാത്തതുകൊണ്ടാണ് നമ്മളത് ഇംഗ്ലീഷിലേക്കുള്ള അതിൻ്റെ എന്താ പറയുക ലിറിക്സ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് കവി ഭൂഷൺ എന്ന് പറയുന്ന ഒരു കവി എഴുതിയിരിക്കുന്നതാണ്. ഇത് എല്ലായിടത്തും, എല്ലാ ഹിന്ദു പ്രൊസഷനുകളിലും എല്ലാ റാലികളിലും ഈ തീർച്ചയായിട്ടും ഇത് ഒരു ഗണഗാനം പോലെ പാടുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ വളരെ എന്താ പറയുക, ബ്രജഭാഷ എന്ന് പറയുന്ന 3 ഭാഷ, പേർഷ്യൻ, ഹിന്ദി, മറാത്തി തുടങ്ങിയ പല ഭാഷകളുടെയും ഒരു കൂടിക്കലർന്ന രീതികാവ്യം എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്. അതിൽപ്പെടുന്ന കവി ഭൂഷൺ എന്ന് പറയുന്ന ഒരു ഭൂഷൺ കവി എഴുതിയതാണിത്. ഇതിൻ്റെ ഇടയിൽ വേറെ ചില വാക്കുകൾ കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ പല വേർഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ കവിത പോലും വളരെ എന്താ പറയുക, ഭയങ്കര ചടുലമായ വീരരസം തുളുമ്പുന്ന കവിതയാണ്. ഇന്ദ്രജിമി ജമ്പ് പെർ വാദവ് സുബ് അമ്പ് പെർ, അതായത് എങ്ങനെയാണോ ഇന്ദ്രൻ ജംബാസുരനെ കൊന്നത്, എങ്ങനെയാണോ കംസനെ കൃഷ്ണൻ കൊന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണോ സഹസ്രബാഹുവിനെ പരശുരാമൻ കൊന്നത്, അതുപോലെ തന്നെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ത്യോമ്ലേച്ച് വംശുപർ, മ്ലേച്ഛന്മാരുടെ വംശങ്ങൾക്ക് മേൽ ഇടുത്തി പോലെ വീണ് അവരെ കൊല്ലുന്നു. അപ്പം ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ശിവാജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളായി കണക്കാക്കിയിരുന്നത് ആദിൽ ഷാ സുൽത്താനേറ്റും അതുപോലെ തന്നെ ഔറംഗസേബും ഒക്കെയാണ്. അപ്പൊ ഈ മ്ലേച്ഛ വംശന്മാരുടെ മുകളിൽ ഇടുത്തി പോലെ വീണ് അവരെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ശിവരാജ്, അതായത് ഷേർ ശിവരാജ്, പുലിയായ ശിവാജിയെ കുറിച്ചുള്ള ഒരു കവിതയാണ് കാണുന്നത്. ഇത് എല്ലായിടത്തും കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ശിവാജി ഇന്നൊരു ഹിന്ദുത്വത്തിന്റെ ഒരു ഐക്കണായിട്ട്, അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രമാന പുരുഷൻ അല്ലെങ്കിൽ രാഷ്ട്രപുരുഷനായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തെ സാധാരണ എങ്ങനെയാണ് അല്ലെങ്കിൽ ഹിന്ദുത്വം അടയാളപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഗോബ്രാഹ്മണ പ്രതിപാലകാണ് എന്നാണ് പറയുന്നത്. ഗോബ്രാഹ്മണ അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. പശുക്കളെയും ബ്രാഹ്മണന്മാരെയും സംരക്ഷിക്കുന്ന മനുഷ്യനാണ്. അത് പോരാതെ അദ്ദേഹം ക്ഷത്രിയ കുലവന്താണ്, ക്ഷത്രിയ കുലത്തിൽ പിറന്നവനാണ്, ഹിന്ദു ഹൃദയ സാമ്രാട്ടാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഹിന്ദുവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ശിവാജിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, RSS
ഈ 2017 ശേഷം ജൂൺ 6 എന്ന് പറയുന്നത് ഏതാണ്ട് ജൂൺ 6 അടുത്ത്, കാരണം അവര് ഫോളോ ചെയ്യുന്ന കലണ്ടർ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ജ്യേഷ്ഠപക്ഷ ശുക്ല തീയതിയോ അങ്ങനെ എന്തോ ഒരു തീയതി ഉണ്ട് അവരുടെ. ആ തീയതി ഹിന്ദു സാമ്രാജ്യ ദിവസമായിട്ട് ആചരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ഹിന്ദു ഹൃദയ സാമ്രാജ്യമായിട്ട് അവർക്ക് ആകെ, അതായത് RSS ആകെ 6 ഉത്സവങ്ങൾ മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ വിജയദശമി പോലെ. അതിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന ഈ 2017 മുതൽ അവര് ആചരിക്കുന്ന ഈ സംഗതി. ഹിന്ദു സാമ്രാജ്യ ദിവസമായിട്ട് ഇവര് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശത്തിൽ മോഹൻ ഭാഗവത് പറയുന്ന ഒരു ചെറിയൊരു കോട്ടാണ് ഞാൻ വായിക്കുന്നത്. ഇന്നത്തെ പരിസ്ഥിതിയിൽ സമാജത്തിന്റെ ഉന്നമനത്തിനും, സമാജം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമാജത്തിന്റെ ഉന്നമനത്തിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശിവാജി മഹാരാജാവിന്റെ വഴിയാണ് നല്ലത്. അന്ന് എല്ലാവരും ചേർന്ന് നടത്തിയ പരീക്ഷണത്തിന്റെ ആകെ ഫലമാണ് ശിവാജി മഹാരാജാവിന്റെ രാജ്യാഭിഷേക ദിനം. അതുകൊണ്ട് തന്നെ ശിവാജിയുടെ ജനന ദിനമോ മരണദിനമോ സംഘം ആചരിക്കാറില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞ, ശിവാജിയുടെ ജനനവും മരണവും ആഘോഷിക്കാറില്ല. ആകെ ഹൃദയ സാമ്രാജ്യമായി അല്ലെങ്കിൽ ഹിന്ദു സാമ്രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം രാജാഭിഷിക്തനായ ആ ദിവസം മാത്രമേ അവർ ആചരിക്കാറുള്ളൂ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നതല്ല മഹത്വപൂർണ്ണമാകുന്ന എന്നാണ് ഈ മോഹൻ ഭാഗവത് പറയുന്നത്. ഇത് പോരാത്തതിന് നമ്മുടെ പ്രധാനമന്ത്രി പോലും ഈ 350 കൊറോണേഷൻ ഡേ അന്ന് ഈ പറയുന്ന പോലെ അത് ആഘോഷിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ ഇപ്പൊ ഈ ജൂൺ 4 നമ്മൾ റിസൾട്ട് എന്തായിരിക്കുമോ അതനുസരിച്ച് ഇത് ഭാവിയിൽ ഒരു അവധി ദിവസമായി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതിന്റെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഇത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഇന്ദ്രജിമി ജംബ് എന്ന് പറയുന്ന ആ മന്ത്രം പോലെ, മൂലമന്ത്രം പോലെയുള്ള ആ സാധനം അവിടെ ആലപിക്കുകയും ഈ ഡോൽ താഷ എന്ന് അറിയപ്പെടുന്ന നാസിക് ഡോളിന്റെയൊക്കെ തുടക്കത്തിലുള്ള അവരുടെ മറാത്തി കലാരൂപത്തിൽ അതുപോലെ പതാക ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം അതിൽ ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഹിന്ദു ബിംബമാണ് ഈ പറയുന്ന ഹിന്ദു ബിംബമായി മാറിയിട്ടുണ്ട് ശിവാജി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആയിരുന്നോ ശിവാജി എന്നുള്ളതിന് വേറെ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിവാജി ഒരു ധീരനായ മനുഷ്യൻ തന്നെയായിരുന്നു, യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ഏതാണ്ട് ജമ്മു കാശ്മീർ താഴെ തൊട്ട് തഞ്ചാവൂര് വരെ അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ മറാത്ത സാമ്രാജ്യം നിലനിന്നിരുന്നു. ഗോൽക്കൊണ്ട കില വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനും വളരെയധികം ധനവും അതുപോലെ തന്നെ ആൾബലവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു രാജാവ് തന്നെയായിരുന്നു. വളരെ ശൂരനായ ഒരു രാജാവ് തന്നെയായിരുന്നു. മാത്രമല്ല ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന അത് ജിയോഗ്രഫിക്കൽ വലിപ്പമല്ല പറയുന്നത്, മറിച്ച് ആരോടും ഒരു നേരിട്ട് അടിമത്വമില്ലാതെ അല്ലെങ്കിൽ സൊവേർണിറ്റിയുള്ള സ്വന്തമായി സൊവേർണിറ്റിയുള്ള ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഈ ശിവാജി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഇദ്ദേഹം പ്രൊട്ടക്ടർ ഓഫ് വിമൻ എന്ന് പറയുന്ന, അതായത് ആ കാലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീകളുടെയൊക്കെ, കാരണം അന്ന് പല യുദ്ധങ്ങളുടെയും അവസാനം വരുന്നത് എതിരാളിയുടെ ശത്രുക്കളുടെ സ്ത്രീകളെയൊക്കെ ആക്രമിച്ചുകൊണ്ടാണ് അത് തീർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇദ്ദേഹം അതിൽ പലയിടത്തും മാതൃക കാണിച്ചിട്ടുണ്ട്. ഈ കല്യാണിലെ ഒരു മുസ്ലിം ഗവർണറുടെ ഡോട്ടറിലോ അല്ലെങ്കിൽ മരുമകളെ അത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവരെ വെറുതെ വിടുകയും ഒക്കെ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതുകൂടാതെ മറാത്തി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന, അതായത് അന്ന് വരെ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയെ മാറ്റിക്കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അവരുപയോഗിക്കുന്ന ഭാഷകൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ കർഷകർക്കൊക്കെ ആവശ്യമായ വിത്തും വളമൊക്കെ കൊടുക്കുക, അവർക്ക് അവർക്ക് നികുതി ഒഴിവാക്കി കൊടുക്കുക വരൾച്ചയുടെ സമയത്തൊക്കെ, ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ശിവാജി നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത് മുസ്ലിം വിരുദ്ധനായിട്ടാണ്. ഈ ശിവാജി നല്ലവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു വെക്കട്ടെ, കാരണം അതൊക്കെ ഗോവിന്ദ് പൻസാരെയൊക്കെ ഒരുപാട് തവണ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. പൻസാരയെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം മതേതരനാണോ, ശിവാജി മതേതരനാണോ
അതോ മുസ്ലിം വിരുദ്ധനാണോ എന്നുള്ളൊരു വലിയ ചർച്ച നമ്മളുടെ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡെക്കാനിൽ നടക്കുന്നുണ്ട്. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഈ ശിവാജിയുടെ ലെഫ്റ്റനൻസ് ആയിട്ട് ഏതാണ്ട് 10-16ഓളം മുസ്ലിം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ജനറൽമാര് തന്നെ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ്മാര് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തത്. സിദ്ദി ഹിലാൽ എന്നൊക്കെ പറയുന്ന, സിദ്ദി മിസ്ത്രി എന്നൊക്കെ പറയുന്ന ആളുകൾ. പക്ഷേ എന്നാലും നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ശിവാജി എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം സാമ്രാജ്യത്തെ ഇല്ലാതാക്കി ഒരു ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ച ഒരു വ്യക്തിയായിട്ടാണ് ശിവാജിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരിക. അത് അങ്ങനെ ശിവാജി വളരെ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി വലിയൊരു രാജാവായി മാറി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു പ്രത്യേക ആവശ്യം വരികയാണ്. ഈ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? കൊറോണേഷനാണ്. അതായത് അദ്ദേഹം രാജാഭിഷിക്തൻ. ഇവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് കിടക്കുന്നത്. ഇദ്ദേഹത്തിന് ആ രാജ്യത്തിന്റെ അഭിഷിക്തനാകണം, അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഛത്രപതിയായി മാറണം. ഈ ഛത്രപതിയായി മാറുന്നതിന് ഒരുപാട് പൊളിറ്റിക്കൽ റീസൺ ഉള്ളതായി ആളുകൾ പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ആദ്യത്തെ കാര്യം സോവറിനിറ്റി എന്നുള്ളതാണ്. അന്ന് ഒരു കാലത്തും അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന പലരും ഏതെങ്കിലുമൊക്കെ രാജാവിന്റെ കീഴെയോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസി ഒക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ആൾക്കാരൊക്കെ രാജ്യങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. പക്ഷെ സ്വന്തമായി ഒരു രാജ്യം, അതായത് സകല അധികാരങ്ങളോടും കൂടിയ ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ശിവാജിക്ക് ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസൺ കൊണ്ടാണ് അദ്ദേഹം ഈ സ്വയം അല്ല ഛത്രപതിയാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സോവറിനിറ്റിയാണ്. രണ്ടാമത്തത്, അദ്ദേഹം ഒരു പ്രാക്ടിക്കലി ആണ് കിങ് എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി അദ്ദേഹത്തിന് നമ്മൾ സാധാരണ പറയുന്നുണ്ട് ലെജിറ്റിമസി എന്ന് പറയും. എങ്ങനെയാണ് നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിറ്റിമസി ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് രാജാവ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ലെജിറ്റിമസി വേണം, പൊളിറ്റിക്കൽ ലെജിറ്റിമസി വേണം. ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുമ്പോൾ രാജാവിനെ പോലെയുള്ള സകല കാര്യങ്ങളും സകല ഖജനാവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്താണ്, ഇദ്ദേഹത്തിന് ഒരു ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ ആരും അപ്പുറത്തേക്കുന്ന ആള് കൃത്യമായി മനസ്സിലാക്കണം ഇത് രാജാവാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഛത്രപതിയാണെന്നോ അംഗീകരിച്ചാൽ മാത്രമേ ഒരു ഉടമ്പടിയൊക്കെ വെക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സ്ഥലമൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ മാലോജി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ആദിൽ ഷാ സുൽത്താനായിട്ടുള്ള ഒരു ജാഗീദാർ മാത്രമായിരുന്നു. അതായത് ജമീന്ദാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സ്ഥലം നോക്കി നടത്തി അവരുടെ പൈസയൊക്കെ വസൂൽ ചെയ്യുന്ന ആളായത് മാത്രമായിരുന്നു. അവിടെ നിന്നാണ് ഇവർ പടവെട്ടി ഇത്രയൊക്കെ പിടിച്ചെടുത്തത്. അപ്പോൾ ആരും, അതായത് അന്ന് നിലനിന്ന മറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റികൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജാവായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഛത്രപതി ആകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി കിട്ടാനുള്ള, ഒരു നീതീകരണം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ശൂദ്രനായിരുന്നു. ഇവിടെയാണ് പലപ്പോഴും ഒരു അടുത്ത ഡിബേറ്റ് തുടങ്ങുന്നത്. അദ്ദേഹം ക്ഷത്രിയനാണ് എന്നുള്ളൊരു വാദം പലരും ഉന്നയിച്ച് കേട്ടിട്ടുണ്ട്. ക്ഷത്രിയനായതല്ല, ആക്കിയതാണ്. അപ്പോൾ ആ ആക്കിയ വഴികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം ഒരു ശൂദ്രനായതുകൊണ്ട് തന്നെ ശൂദ്രന് രാജ്യഭരണം സാധ്യമല്ല എന്ന് പലരും വാദിച്ചിരുന്നു. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ സമമാരായ കുറെ മറ്റൊരു മറാത്ത ക്ലാൻ ഉണ്ടായിരുന്നു. ശനവനകുലി മറാത്താസ്, അല്ലെങ്കിൽ 96 കുലങ്ങളിൽപ്പെട്ട മറാത്തകൾ. ഇവരെല്ലാവരും ഏകദേശം ഒരേ റാങ്കിലുള്ള ആൾക്കാരായിരുന്നു. ഇവരാണ് പരസ്പരം, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾ കയറി രാജാവാകുമ്പോൾ ബാക്കിയുള്ളവർ അംഗീകരിക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടി അംഗീകാരം കിട്ടണം. അപ്പം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവര് തയ്യാറാവണം. പക്ഷെ അവർ പറയണത് എന്താ, നീയും ഞങ്ങളെ ഒരു ശൂദ്രനാണ്, പിന്നെ നീ എങ്ങനെ ഛത്രാധിപതി ആവുക എന്നുള്ളതായിരുന്നു അവര് ചോദിച്ച ചോദ്യം. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടത് അദ്ദേഹം ജാതീയമായി തന്നെയായിരുന്നു എന്നുള്ളതാണ് അടുത്തത്. രണ്ടാമത്തെ, അദ്ദേഹത്തിന് ഈ രാജ്യം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് സാമ്രാജ്യം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഛത്രപതി ആകേണ്ട ഒരു വലിയ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ഛത്രപതി ആകാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. അത്
നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആരെങ്കിലും ഇദ്ദേഹത്തെ ക്ഷത്രിയനാക്കുകയും ക്ഷത്രിയനാക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ ഛത്രപതിയായിട്ട് വാഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആകെയുള്ള മുന്നിലുള്ള ഒരു വഴി. ഇദ്ദേഹം ഈ വഴി തിരഞ്ഞെടുക്കുന്നതിനും ചില പൊളിറ്റിക്കൽ റീസൺസ് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഉണ്ടായിരുന്ന മിക്കവാറും ഹിന്ദുക്കളായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ തന്നെ പലപ്പോഴും ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഔറംഗസേബിന്റെ അധീശത്വം അല്ലെങ്കിൽ വിധേയത്വം സ്വീകരിച്ചവരായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു രീതിയിൽ മറ്റൊരു എൻറ്റിറ്റിയിൽ നിന്ന് എങ്ങനെ ഒരു വേറിട്ട ഒരു സാമ്രാജ്യം നിർമ്മിക്കാം എന്നുള്ള ഒരു തോന്നലാണ് ശിവാജിക്ക് ഈ പറയുന്ന പോലെ ഒരു ഛത്രപതി ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നതും ആ ഛത്രപതിയിൽ നിന്ന് ആകാൻ വേണ്ടി ഈ ഏതെങ്കിലും ഒരു വലിയ അതോറിറ്റിയിൽ നിന്ന് ഒരു ക്ഷത്രിയനാണ് താൻ എന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്ത് കിട്ടേണ്ട ആവശ്യവും ഉണ്ടാവുന്നത്. അതിന് അദ്ദേഹം ശ്രമിക്കുന്നത് ഗാഗാഭട്ട് എന്ന് പറയുന്ന കാഗാഭട്ട് എന്നൊക്കെ പറയുന്ന ഒരു ബ്രാഹ്മണനെ, ഒരു ദേശസ്ഥ ഋഗ്വേദി ബ്രാഹ്മണനെയാണ്. ഇദ്ദേഹം ചെറിയ മനുഷ്യനൊന്നല്ല, ഇദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ മുതൽ സ്മൃതികാരകന്മാരാണ്, സ്മൃതി വ്യാഖ്യാനം ചെയ്യുന്നവരാണ്, വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ആ സമയത്ത് താമസിച്ചിരുന്നത് വാരണാസിയിലാണ്. ഇദ്ദേഹം ശരിക്കും മഹാരാഷ്ട്രക്കാരനാണെങ്കിലും വാരണാസിയിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഈ ഗാഗാഭട്ടിനെ ആദ്യമായിട്ടല്ല ശിവാജി കൊണ്ടുവരുന്നത്. അവരുടെ ഇടയിലുണ്ടായിരുന്ന ഗൗഡ സ്വാരസ്യത അല്ലെങ്കിൽ ഷേണായി ഗൗഡ സ്വാരസ്യത ബ്രാഹ്മണന്മാരാണോ അല്ലയോ എന്നുള്ളൊരു തർക്കം ശിവാജിയുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ പ്രിസൈഡ് ചെയ്യാൻ, അതിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഗാഗാഭട്ട് ഇവിടേക്ക് വരുന്നത്. അങ്ങനെയുള്ള പരിചയത്തിന്റെ പുറത്ത് അദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹം വലിയ പണ്ഡിതനൊക്കെയാണ്. പണ്ഡിതൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ വേദ ഇതിഹാസ പുരാണങ്ങൾ സ്മൃതികളൊക്കെ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്. അപ്പൊ ഇദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരാനും അതുവഴി ഈ ശിവാജിയെ ഒരു ക്ഷത്രിയനാക്കാനുമുള്ള ഒരു നീക്കം നടക്കുന്നു. അങ്ങനെ അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം ഈ ക്ഷത്രിയനാക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ഇതെങ്ങനെ ക്ഷത്രിയനാക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്ന് പറയുന്നതാണ്. രാഹുൽ ഈശ്വറൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കർമ്മം കൊണ്ട് ഒരാൾക്ക് ബ്രാഹ്മണനാകാം, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ക്ഷത്രിയനും ആകാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്നത്, ശിവാജിയുടെ കാലത്ത് ക്ഷത്രിയനാകാൻ പറ്റിയ ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ അത് ശിവാജി അല്ലാതെ വേറെ ആരും ആയിരുന്നില്ല. കാരണം അത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. പക്ഷെ ക്ഷത്രിയനാണ് എന്ന് സ്വയം പറഞ്ഞാൽ പോരാ. ഇതാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ ഒരു അല്ലെ ചാതുർവർണ്ണയത്തിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ക്ഷത്രിയനാണെന്ന് നമ്മുടെ ജാതി എന്താണെന്ന് നമ്മൾ എത്ര ഡിക്ലെയർ ചെയ്താലും മതിയാവുന്നില്ല എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് വേറൊരാളെ അംഗീകരിക്കുകയും കൂടി വേണം. അതിനാണ് ഈ ഗാഗാഭട്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇദ്ദേഹം വന്ന് വളരെ വേഗത്തിൽ ചെയ്യുന്നത് ഈ ശിവാജിയുടെ വേറൊരു പ്രശ്നം കൂടി ഉള്ളത്, ഇത് വലിയ പഴയ കഥ, ഇങ്ങനെ പുരാണ കഥയൊന്നും അല്ല. ശിവാജിയുടെ അച്ഛന്റെ തൊട്ടു മുത്തച്ഛൻ, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മുത്തച്ഛൻ ഒരിക്കലും ഉപനയനം, അന്ന് ക്ഷത്രിയരിന്നും ഉപനയനം ചെയ്യുന്നവരാണ്. അപ്പൊ ഈ അച്ഛനോ മുത്തച്ഛനോ ഉപനയനം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സംഭവിക്കുന്നൊരു കാര്യം എന്താണ്? ഈ അച്ഛനോ മുത്തച്ഛനോ വെച്ചിട്ട് ഇദ്ദേഹത്തെ ക്ഷത്രിയനാക്കാൻ പറ്റില്ല. അപ്പൊ ഗാഗാഭട്ട് കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യത്തെ ഇങ്ങനെ പുറകോട്ട് വലിച്ചു നീട്ടുകയാണ്. അന്ന് ജീവിച്ചിരുന്ന ഒറിജിനൽ ക്ഷത്രിയരായിട്ടുള്ള മേവാർ രജപുത്രന്മാരുടെ അല്ലെ സിസോദിയമാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന മേവാർ രജപുത്രന്മാരുടെ ജീനോളജിയിലേക്ക് ഇദ്ദേഹത്തിന്റെ പിതൃക്കളെ കൊണ്ട് കെട്ടുക എന്ന് പറയുന്ന ഒരു പണിയാണ് ഈ ഗാഗാഭട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ മാലോജിയുടെ അച്ഛൻ മറ്റേ ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ അവസാനം ഒരു ബ്രാഹ്മണ ബീജത്തിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ ക്ഷത്രിയ ബീജത്തിൽ കൊണ്ടുപോയി അങ്ങോട്ട് കുത്തും. അപ്പൊ ഇദ്ദേഹം ക്ഷത്രിയനായി. ഇവിടെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാറുള്ള, ഇദ്ദേഹം കർമ്മം കൊണ്ടാണോ ഇപ്പൊ ക്ഷത്രിയനായത് അതോ ജനനം കൊണ്ടാണോ എന്നുള്ളതാണ്. അത് കർമ്മം കൊണ്ട് ക്ഷത്രിയനാവാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ജീനിയോളജി വെച്ച് പാരമ്പര്യം വെച്ച് പുറകോട്ട് നോക്കി പോയിട്ടാണ് ഈ മേവാർ രാജപുത്രനിൽ നിന്നും സിസോദിയമാരിൽ നിന്ന് അദ്ദേഹം ക്ഷത്രിയനാക്കി എടുക്കുന്നത്. അങ്ങനെ അവസാനം ഇദ്ദേഹത്തെ ക്ഷത്രിയനാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറെ എതിർപ്പുകളൊക്കെ ഉണ്ടായി.
അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തെ ക്ഷത്രിയനാക്കണം, ക്ഷത്രിയനാക്കണമെങ്കിൽ ഉപനയനം കഴിക്കണം. അപ്പോൾ ഉപനയനം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒറിജിനൽ ക്ഷത്രിയനായിരിക്കണം. അപ്പോൾ കുറേ ബ്രാഹ്മണരുടക്കി ഇന്ന് ഈ കലിയുഗത്തിൽ കൃത്യമായ രീതിയിലുള്ള ക്ഷത്രിയന്മാരാരുമില്ല, അല്ലെങ്കിൽ ദ്വിജന്മാരാരുമില്ല, അത് ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉപനയനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന ചരിത്രകാരൻ ജാദുനാഥ് സർക്കാർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹെൻറി ഓക്സിഡൻ എന്ന് പറയുന്ന അന്നത്തെ ഒരു ഡച്ച് പോർച്ചുഗീസ് ആണോ എന്ന് എനിക്കറിയില്ല, അയാളുടെ ദൃക്സാക്ഷി വിവരണത്തിൽ നിന്നുമാണ് ജാദുനാഥ് സർക്കാർ ഈ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. ഈ ചരിത്രമാണ്, ഞാനിത് എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ജാദുനാഥ് സർക്കാർ പറയുന്നത് തന്നെ ഏതാണ്ട് 1 കൊല്ലത്തോളം ഈ ഡിബേറ്റ് നടന്നു എന്ന്, ഈ കൊറോണേഷൻ ഇങ്ങനെ ക്ഷത്രിയനാണോ ബ്രാഹ്മണനാണോ എന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് അവസാനം ഇദ്ദേഹം ക്ഷത്രിയനാണ് എന്ന്, അപ്പം എല്ലാ ചടങ്ങും കൂടി ഒരുമിച്ച് നടത്താം. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അന്ന് വരെ ഒരു ഹിന്ദു സാമ്രാജ്യ ഛത്രപതി എങ്ങനെ വാഴിക്കേണ്ടത് എന്നുള്ള ചടങ്ങുകൾ അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ചും കുറേ ചർച്ച നടക്കുകയാണ്. അപ്പൊ ഈ 2 രീതിയിൽ കുറെ ചർച്ച, കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിന് ഒരു ഹിന്ദു സാമ്രാജ്യത്തിന്റെ അധിപതിയെ വാഴിക്കാനുള്ള ചടങ്ങുകൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് എത്രത്തോളം പഴക്കമുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. 5000-6000 കൊല്ലം പഴക്കമുള്ള സാധനത്തിൽ ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഒരു ഹിന്ദു സാമ്രാജ്യ ഛത്രപതി ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ചരിത്രപരമായി നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇനി ഈ കൊറോണേഷൻ വെറുതെ നടക്കുന്നില്ല, അത് വലിയൊരു ഇവന്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ഗാഗാഭട്ട് പറയുന്ന ഇതുപോലെയുള്ള അദ്ദേഹം കുറെ ഒരുക്കങ്ങളൊക്കെ പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് ആ കാലത്ത് 11,000 ബ്രാഹ്മണന്മാരിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് അവിടെ വന്ന് താമസിക്കുകയും വിത്ത് ഫാമിലി അങ്ങനെ ഏതാണ്ട് 56,000 ആളുകൾ അവിടെ താമസിച്ചു. 4 മാസത്തോളം യാതൊരു ചെലവും ചെയ്യാതെ സുഖമായി രാജാവിന്റെ ചെലവിൽ ഉണ്ടുറങ്ങി അവിടെ താമസിച്ചു എന്നാണ് ഈ ജാദുനാഥ് സർക്കാർ പറയുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഉപനയന സംസ്കാരം നടത്തുകയുണ്ടായി. ഈ ഉപനയന സംസ്കാരത്തിന് വേണ്ടി ഉപനയന സംസ്കാരം നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അപ്പോഴും അതായത് ആ വേദിയിൽ വെച്ച് കുറെ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നം എന്തായിരുന്നു? പിന്നെയും മറ്റേ പഴയ പ്രശ്നം തന്നെ, ഇങ്ങനെ ശൂദ്രനാണ്, ഇങ്ങനെക്ക് ഉപനയനം ചെയ്യാൻ പാടില്ല, ഒറിജിനൽ ക്ഷത്രിയന്മാരൊക്കെ കാലം ചെയ്തു പോയി, ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. അവസാനം അവിടെ നടന്ന ഡിബേറ്റിന്റെ ഭാഗമായി ഗാഗാഭട്ടിന് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു തീർപ്പിലെത്തുകയും ഇദ്ദേഹത്തെ ഉപനയനം ചെയ്യാൻ വേണ്ടി വേദമന്ത്രങ്ങൾ ഉപയോഗിക്കില്ല, അതായത് വേദോക്തമായ ഉപനയന ചടങ്ങ് നടത്തില്ല, പകരം പുരാണങ്ങളിലെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട്, എന്തിനായാലും കാര്യമൊന്നുമില്ല, എന്നാലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പോയിന്റിലും എങ്ങനെയാണ് ഹ്യൂമിലിയേറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ഏതായാലും കണക്കാണ് ഇപ്പൊ നമുക്ക് സംശയം. പക്ഷെ ഞങ്ങള് ഓരോ പോയിന്റിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഞങ്ങളെക്കാൾ ചെറുതാണ്, എന്നിട്ടും ഈ ശിവാജി നാണം കെട്ട് അവിടെ പോവുകയാണ്. അതിനുശേഷം പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉപനയനം കഴിഞ്ഞു. ഉപനയനം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചടങ്ങായി അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഇല്ലാതാക്കണം. പാപങ്ങൾ എങ്ങനെ ഇല്ലാതാക്കും? വളരെ രസകരമായ ചടങ്ങുകളാണ്. അദ്ദേഹം ഒരു തട്ടിലിരിക്കും, മറ്റേ തട്ടിൽ ഈ ലോഹങ്ങളൊക്കെ, പലതരം ലോഹങ്ങൾ, സ്വർണം, വെള്ളി, അങ്ങനെ അന്ന് കിട്ടാവുന്ന എല്ലാ ലോഹങ്ങളും വെക്കും. അദ്ദേഹത്തിന്റെ വെയിറ്റിലുള്ള ലോഹങ്ങൾ വെച്ച് പല ലോഹങ്ങൾ മാത്രമല്ല, ലിനൻ, അതുപോലെ തന്നെ മറ്റേ പട്ടുവസ്ത്രങ്ങൾ, അങ്ങനെ വില കൂടിയ എന്താണ് വെണ്ണ, നെയ്യ്, അങ്ങനെ എല്ലാ വില കൂടിയ സാധനങ്ങൾ കൊണ്ടും തുലാഭാരം നടത്തിയാണ് ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയണത്. ഇനി ഈ തൂക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് ബ്രാഹ്മണർക്ക് വീതിച്ചു കൊടുക്കും. ഇത്രേ ഉള്ളൂ കാര്യം. അത് ബ്രാഹ്മണർക്ക് വീതിച്ചു കൊടുക്കുക വഴി ഇദ്ദേഹം പാപങ്ങൾ കഴുകിക്കളയുന്നു. അങ്ങനെ 6 ജൂൺ 1674 എന്ന് പറയുന്ന ദിവസം അദ്ദേഹം അഭിഷിക്തനാകാൻ പോവുകയാണ്. അപ്പൊ ഈ അഭിഷിക്തനാകുന്ന സമയം അദ്ദേഹം വലിയ ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്നു. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സ്വർണപാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഒഴിച്ച് ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്ത്
തലയിൽ ഛത്രധാരണം ചെയ്ത് ഒരു റാലിയൊക്കെ നടത്തി ഇദ്ദേഹത്തെ ഛത്രപതിയായിട്ട് വാഴിക്കുന്നു. ഇങ്ങനെയാണ്. അത് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ്, ഞാനിവിടെ അത് പറയുന്നില്ല. എന്തായാലും അതിൻ്റെ ചെലവുകൾ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് അത് മാത്രം ഒന്ന് ഓടിച്ചു നോക്കാം. ഇദ്ദേഹം ആദ്യം തന്നെ പോകുമ്പോൾ ദേവിക്ക് ഒരു കുട, ഒരു സ്വർണ്ണക്കുട ഛത്രം സമർപ്പിക്കുന്നുണ്ട്. അതിന് ആ കാലത്ത് തന്നെ 56,000 രൂപ ആയി എന്നാണ് പറയുന്നത്. ഉപനയനത്തിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്നത് ഗാഗാഭട്ടിന് മാത്രം 7,000 പൊൻപണം, ഹുൻ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും കൂടി 17,000 പൊൻപണം കൊടുത്തു. തുലാഭാരത്തിന് ഗോൾഡ്, സിൽവർ, കോപ്പർ, സിങ്ക്, ടിന്ന്, ലെഡ് ആൻഡ് അയൺ, ലിനൻ, കാംഫർ, സോൾട്ട്, നെയിൽസ്, അങ്ങനെ എല്ലാ വില കൂടിയ സാധനങ്ങളും അദ്ദേഹത്തിന്റെ വെയിറ്റോളം, ശിവാജിയുടെ വെയിറ്റ് എത്രയാണോ അത്രയും സാധനം ഈ ബ്രാഹ്മണർക്ക് വീതിച്ചു കൊടുത്തു. പിന്നെ പാപമോചനത്തിനായി, അതിന്റെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ അവസാനം എല്ലാം കഴിഞ്ഞ് ഈ ബ്രാഹ്മണര് തൃപ്തിയാകണം, ബ്രാഹ്മണർക്ക് തൃപ്തിയായാൽ മാത്രമേ രാജ്യാഭിഷേകം നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ ഗാഗാഭട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൃപ്തിയായോ എന്ന് വിളിച്ചു ചോദിക്കും. അപ്പൊ ചില ബ്രാഹ്മണർ ചില പ്രശ്നങ്ങൾ ഉയർത്തും. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് ഇത്ര കൊടുത്തോളാൻ പറയും. ഇങ്ങനെ അദ്ദേഹം കുറെ ബ്രാഹ്മണരെ കൊന്നിട്ടുണ്ട്. ഈ സാമ്രാജ്യം വലുതാക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പല ആൾക്കാരെയും കൊന്നിട്ടുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, ഓരോ ആൾക്കാരും പറഞ്ഞ ആളുകൾ തീർന്നുപോയി. ഇദ്ദേഹം കൊല്ലുകയോ മർദ്ദിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാർ തീർന്നുപോയി. അവസാനം വന്നപ്പോ ഒരു കൂട്ടരുടെ പേര് പറഞ്ഞപ്പോൾ, ഒരു പ്രത്യേക സ്ഥലത്തെ കൂട്ടരുടെ പേര് പറഞ്ഞപ്പോൾ ഈ കണക്കപ്പിള്ള പറഞ്ഞു അവർക്കുള്ള നഷ്ടപരിഹാരം ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണര് പറഞ്ഞു അങ്ങനെയല്ല, പാപം മാറണമെങ്കിൽ ബ്രാഹ്മണർക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 8,000 രൂപ മേടിച്ചു. 8,000 എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയൊരു എമൗണ്ടാണ്. അഭിഷേകത്തിന് മാത്രമായിട്ട് പിന്നെയും ഗാഗാഭട്ടിന് 5,000 ഹുണ്ണും മറ്റു ബ്രാഹ്മണർക്ക് സ്വർണത്തിന്റെ കഷ്ണങ്ങളും കിട്ടിയെന്നാണ്. ഈ ചടങ്ങൊന്നും കണ്ട് നമ്മൾ, കാരണം ഇതൊക്കെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാം. വലിയ ഹിരണ്യഗർഭമൊക്കെ ഉണ്ടാക്കി അതിനകത്ത് തമ്പുരാനെ വെച്ചിട്ട് കുളിപ്പിച്ച് പുറത്തെടുത്ത് പൊന്നു തമ്പുരാനാക്കി അവസാനം ഈ സാധനം പൊളിച്ച് മുറിച്ച് എല്ലാ ബ്രാഹ്മണർക്കും വിതരണം ചെയ്യുന്ന പണിയൊക്കെ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ഈ ശൂദ്രനെ ക്ഷത്രിയനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ സംഭവം. അപ്പൊ ഇത്രയും ചെലവ് കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? ഖജനാവ് കാലിയായി പോയി. അപ്പൊ ഈ രാജ്യാഭിഷേകം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ തൊട്ടടുത്ത രാജ്യത്തേക്ക് വീണ്ടും യുദ്ധത്തിന് പോയി സമ്പാദിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് ചരിത്രപരമായിട്ടാണ്. എന്തായാലും നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്രേ ഉള്ളൂ. ഈ കൊറോണേഷൻ നടന്നതിന് പിന്നെ, അല്ലെങ്കിൽ നടന്നത് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങോടുകൂടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. സാംസ്കാരികമായി ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാനുള്ള പണികൾ കൂടി ഇവർ ചെയ്തു വെച്ചു എന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂഷൺ എന്ന് പറയുന്ന ഒരു കവി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു മൂലമന്ത്രം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇന്ദ്രജിമി ജംബുപർ എന്ന് പറയുന്ന കേൾക്കുന്ന, അത് സാധാരണക്കാർ പാടുന്നതാണെങ്കിലും ഈ ഭൂഷൺ കവിയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഭൂഷൺ കവിയെ കുറിച്ചുള്ള ചരിത്രപരമായി വലിയ തെളിവൊന്നുമില്ലെങ്കിലും കേട്ടുകേൾവി എന്ന് പറയാവുന്ന ഒരു കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഭൂഷൺ കവിയുടെ ചേട്ടൻ കവി നമ്മുടെ ഔറംഗസേബിന്റെ കൊട്ടാരത്തില് കവിത എഴുതുന്ന അല്ലെങ്കിൽ കവിയായിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ, കൊട്ടാരൊക്കെ ആസ്ഥാന കവിയൊക്കെ ആയിരുന്നു. അപ്പൊ അതുവഴി ഭൂഷണും അവിടെ കയറിപ്പറ്റി. ഇദ്ദേഹം ബ്രജഭാഷയിൽ നല്ല ഭംഗിയായിട്ട് പ്രാസം ഒപ്പിച്ച് കഥയൊക്കെ, അത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അജയ് അതുൽ എന്ന് പറയുന്ന സംഗീത സംവിധായകര് അതിന് ഈണോ കൊടുത്ത് അതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഏതൊരു ഇതില്. അത് തന്നെയാണ് നിങ്ങൾ ഇന്ദ്രജിമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ആ കവിതയെ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ നല്ല സാമർഥ്യമുള്ള ഈ ഭൂഷൺ കവി എല്ലാവരെയും ഇങ്ങനെ എന്താണ് കവിതയൊക്കെ എഴുതുമായിരുന്നു. ഔറംഗസീബിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ദിവസം ഇങ്ങനെ ഔറംഗസീബ് വെറുതെ ഇരുന്നപ്പോൾ പുള്ളിക്കാരന് തോന്നി, ഇവിടുത്തെ കവികളെല്ലാം എന്നെക്കുറിച്ച് നല്ലത് മാത്രമാണല്ലോ എഴുതുന്നത്, ആരെങ്കിലും എന്നെ ഒന്ന് വിമർശിച്ച് കവിത എഴുതാമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടുകേൾവിയാട്ടോ, ഇത് ചരിത്രപരമായി ഞാൻ തപ്പിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഭൂഷൺ കവി ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു വാക്ക് തരണം, കാരണം ഞാനിതെങ്ങാനും പറഞ്ഞാൽ പിന്നെ എൻ്റെ തല കാണൂല. അവസാനം ഇദ്ദേഹം വലിയ ടോളറൻസ് ഉള്ള ആളായതുകൊണ്ട് ഔറംഗസേബ് അദ്ദേഹം പറഞ്ഞു, താൻ ധൈര്യമായിട്ട് പാടിക്കോളാൻ പറഞ്ഞു. ഈ കവിതയൊക്കെ പാടി
കവിതയൊക്കെ പാടിക്കഴിഞ്ഞ് ഔറംഗസേബിനെ വിമർശിച്ചുകൊണ്ടുള്ള കവിതയായിരുന്നു. അതിനുശേഷം രണ്ടായിട്ടാണ് ഈ കഥ പിരിയുന്നത്. ആദ്യത്തെ കഥയിൽ പറയുന്നത് ഔറംഗസേബ് ഇദ്ദേഹത്തെ കൊല്ലാൻ ഓടിച്ചിട്ടെന്നും എങ്ങനെയോ രക്ഷപ്പെട്ടെന്നും, രണ്ടാമത്തേൽ ഔറംഗസേബ് ഭയങ്കര ഉദാരമനസ്കനായതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടെന്നും ഒക്കെ രണ്ട് രീതിയിൽ കഥ പറയുന്നത്. എന്തായാലും ഈ കവിഭൂഷൺ പിന്നെ അവിടെ നിൽക്കുന്നില്ല, ആഗ്രയിൽ നിൽക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഈ മഹാരാഷ്ട്രയിലേക്ക് വരികയും അവിടെ റായ്ഗഡിൽ വെച്ചിട്ട് തേജസ്വിയായ ഒരു മനുഷ്യനെ കാണുകയും ഞാൻ ശിവാജി മഹാരാജിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് അയാളോട് പറയുകയും ഞാൻ വേണ്ട സഹായം ചെയ്യാമെന്ന് അയാൾ പറയുകയും നിങ്ങൾ ആരാണ്, കവിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കവിക്ക് പറ്റുന്ന രീതിയിലുള്ള രണ്ട് കവിത പറയാൻ പറയുന്നു. അപ്പോഴാണ് അദ്ദേഹം ഈ ഇന്ദ്രജീവി ജംബുപർ എന്ന് പറയുന്ന ആ കവിത ചൊല്ലിയതെന്നും അത് ഒരു പ്രാവശ്യം കൂടി ചൊല്ലാൻ പറഞ്ഞെന്നും അങ്ങനെ 21 പ്രാവശ്യം ഇത് ആവർത്തിപ്പിച്ചെന്നും അവസാനം നിങ്ങൾക്ക് നല്ല ഗുണം തന്നെ വരും, ഞാൻ സഹായിക്കാം, ഞങ്ങൾ നാളെ ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ട് ഈ തേജസ്വിയായ യുവാവ് പോയെന്നും പിന്നീട് കവിഭൂഷൺ അവിടെ ചെന്നപ്പോൾ അത് ശിവാജി ആയിരുന്നു എന്നൊക്കെയുള്ള ഭയങ്കര വലിയ കഥകളുണ്ട്. എന്തൊക്കെയായാലും ഭൂഷണ് മുസ്ലിങ്ങളോടുള്ള വിരോധം എന്ന് പറയുന്നത് തീരെ ചെറിയ സാധനമല്ലായിരുന്നു. ഔറംഗസീബിനോടൊക്കെ നല്ല വിരോധമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ ശിവാജി മഹാരാജാവിനെ കുറിച്ച് ശിവരാജ ചരിത് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതുന്നുണ്ട്. ഈ കവിതയിൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്, സാംസ്കാരികമായി തന്നെ അല്ലെങ്കിൽ സാമൂഹികമായി തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന കവിത വെച്ച് തന്നെ ഈ രാജാവിൻ്റെ ജീനിയോളജി സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഞാൻ എഴുതിയത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന നോക്കാം. സോളാർ റേസ് റീൻ അഡോണിങ് ദ എർത്ത് ഇൻ വിച്ച് ലോർഡ് വിഷ്ണു സ്ലെയർ ഓഫ് ഡേമൺ കംസ് ടുക്ക് ബർത്ത്. അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സിസോദിയ വംശത്തെ പറ്റി പറയുന്നത് ദൈവം ചോദിച്ചപ്പോൾ തല അറുത്ത് കൊടുത്ത ആൾക്കാരാണ് എന്നാണ് സിസോദിയമാരെ പറ്റി പറയുന്നത്. ആ സിസോദിയയുടെ വംശാവലിയിൽ നിന്നുമുള്ള ഈ ഗാഗാവട്ട് നേരത്തെ കണ്ടെത്തിയ വംശപാരമ്പര്യത്തെ ഇദ്ദേഹം ഒരു കവിതാരൂപത്തിലാക്കി മാറ്റി. പിന്നെ നമുക്ക് വേറെ തെളിവുകളൊന്നും വേണ്ട, കാരണം നമുക്ക് സാഹിത്യം ഉണ്ടല്ലോ തെളിവായിട്ട്. അപ്പൊ ഇദ്ദേഹം പ്രൊട്ടക്ടർ ഓഫ് ദി എർത്ത് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അറോഗൻസ് ഓഫ് ദി മ്ലേച്ഛന്മാർക്കുള്ള വിരുദ്ധനായി മാറുന്നുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ശിവാജിയെ ഇന്ന് കാണുന്ന ഒരു പോയിന്റിലേക്ക്, ഇന്ന് കാണുന്ന ഒരു ഹൃദയ സാമ്രാജ്യം, ഹിന്ദു സാമ്രാജ്യത്തെ ഉണ്ടാക്കിയ ആളും ഒരു ഫൗണ്ടർ, സ്റ്റേറ്റിന്റെ ഫൗണ്ടറായും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ഒരു മുസ്ലിം വിരുദ്ധനായും, എന്താ പറയാ, മുസ്ലിം വിരുദ്ധൻ എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയ ആള് എന്നുള്ള അർത്ഥത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഈ കവി ഭൂഷണുള്ള പങ്ക് ചെറുതല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ അദ്ദേഹത്തിന് കൊട്ടാരത്തിലുള്ള പരമാനന്ദ് എന്ന് പറയുന്ന മറ്റൊരു കവീന്ദ്രൻ ഇദ്ദേഹത്തെ കുറിച്ച് കവിത എഴുതിയത് ഇദ്ദേഹം ശിവന്റെ അവതാരമാണെന്നാണ്. അപ്പോൾ ഈ ശിവന്റെ അവതാരമായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ശിവജി എന്ന് വിളിക്കണം എന്നുള്ള ഒരു നരേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഭവാനി എന്ന് പറയുന്ന ദൈവത്തിന്റെ വാളിന്റെ അവതാരം, അങ്ങനെ ഹിന്ദു മതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, വാളൊക്കെ അവതരിക്കും, ശംഖ് അവതരിക്കും, ചക്രം അവതരിക്കും, അങ്ങനെ അവതരിക്കുന്ന ആളാണ്. എന്തായാലും ശിവാജിയെ ഇന്നത്തെ ശിവാജിയാക്കി മാറ്റാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സാധിക്കുന്നത് ഈ പറയുന്ന പദ്യങ്ങളിലൂടെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. പിന്നീട് സംഭവിക്കുന്നത് ഈ ശിവാജി പിന്നീട് ആ കഥകളൊക്കെ കഴിയുന്നു. സവർക്കറൊക്കെ ഹിന്ദു പത് ഷാഹിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് 1930കളിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ 30കളുടെ അവസാനവും 1950കളുടെയൊക്കെ അടുപ്പിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഞാനീ പറഞ്ഞ ഇത്രയും സംഭവത്തെ ഒരു നാടകമായി CN അണ്ണാദുരൈ അവതരിപ്പിക്കുന്നു. അതിൻ്റെ പേരാണ് ശിവാജി കണ്ട ഹിന്ദു രാജ്യം. CN അണ്ണാദുരൈ ഈ നാടകം കാണുകയോ വായിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മറ്റൊരു വ്യൂ ആണ് പറയുന്നത്. ഇതിൽ ഗാഗഭട്ടരെ വളരെ കാര്യമായി വിമർശിക്കുകയല്ല, കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗാഗഭട്ടർ വളരെ കാര്യമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് 10 പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞാനിത് ചെയ്യുന്നത് തുടങ്ങിയ ഡയലോഗുകളൊക്കെ ഇതിനകത്ത് നിറച്ചുകൊണ്ട് കൃത്യമായ ആ അന്ന് വരെ ഉണ്ടായത്, കാരണം അന്ന് വരെ ഉണ്ടായ ചരിത്രം വേറെയാണ്. പലരും പറഞ്ഞിരുന്നത് ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് ഗാഗഭട്ടർ കാശിയിൽ നിന്ന് വന്നു എന്നാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഈ ജാദുവ സർക്കാരിന്റെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടൊരു നാടകം എഴുതുകയാണ് ഈ CN അണ്ണാദുരൈ ചെയ്യുന്നത്. ആ നാടകത്തിൽ ശിവാജിയായിട്ട് അഭിനയിക്കുന്ന വില്ലുപുരം ഗണേശൻ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് വളരെ നല്ല അഭിനയം കാഴ്ചവെക്കുകയും തന്തൈ പെരിയോറൊക്കെ
നാടകം കാണുകയും അദ്ദേഹത്തെ ശിവാജി ഗണേശൻ എന്ന് പേര് കൊടുക്കുകയും അദ്ദേഹം പിന്നീട് വലിയ സിനിമ നടനൊക്കെ മാറുകയൊക്കെ ചെയ്തു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ഈ നാടകത്തിലെ ഒരു ചെറിയ രംഗത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈ നാടകത്തിന്റെ ഒരു ഭാഗത്ത് ഈ ശിവാജി ഗാഗവട്ട് പറഞ്ഞത് മുഴുവൻ അനുസരിക്കുകയാണ്. ഞാൻ നിങ്ങൾ പറയണ പോലെ ചെയ്യാം, എന്നെ ക്ഷത്രിയനാക്കൂ, എന്നെ രാജാഭിഷിക്തനാക്കൂ, എന്നെ ഛത്രപതിയാക്കി വാഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വളരെ അഭിമാനിയായ മറ്റൊരു ലഫ്റ്റനന്റ് ഉണ്ട് ഈ ശിവാജിയുടെ, ചന്ദ്രമോഹൻ എന്നാണ് പേര്. അദ്ദേഹം ഈ ശിവാജിയോട് പറയുന്നതായിട്ടാണ് ഈ നാടകത്തിലെടുത്തത്. നാടകത്തിലെ കാര്യമാണോ, ചരിത്രമല്ല, നാടകത്തിൽ വരുന്നത്. ഇത് ഈ നാടകത്തിന്റെ മലയാള പരിഭാഷ ചെയ്തതാണ്. ഇത് മൈത്രി ബുക്സ് പുറത്തിറക്കിയതാണ്. അതിനകത്തെ ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ടാണ് ഇത് ഞാൻ അവസാനിപ്പിക്കുക. ഈ ചന്ദ്രമോഹൻ പറയുന്നത് ഇതാണ്, അദ്ദേഹം പറയുന്നതാണ്, അതായത് ഈ തീരുമാനത്തെ ക്ഷത്രിയനായി രാജാഭിഷിക്തനായി ഛത്രപതിയായി വാഴാനുള്ള ഈ തീരുമാനത്തെ ഈ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ശിവാജിയുടെ ലഫ്റ്റനന്റ് എതിർക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനിതിനെ എതിർക്കുന്നു, ശക്തമായി എതിർക്കുന്നു. പ്രതിസന്ധി അവസാനിക്കുന്നില്ല, അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഈ പ്രതിസന്ധികളൊന്നും തീരുന്നില്ല, അത് ആരംഭിക്കുന്നു, ശക്തിപ്പെടുന്നു. ശിവാജിയുടെ വീരധീരത്വമെല്ലാം നിഷ്പ്രയോജനമായി പിൽക്കാല ചരിത്രം ശാസനമാക്കും. ശിവാജി യുദ്ധതന്ത്രങ്ങളിൽ അജയനായിരുന്നു. എന്നാലും ഭാവി തലമുറ വിലയിരുത്തുക, നീണ്ട കാലത്തിന് ശേഷം യുദ്ധം ചെയ്യാനോ ഭരിക്കാനോ അധ്വാനിക്കാനോ രാജ്യസ്നേഹമോ ത്യാഗമോ വീരമോ ധീരമോ യോഗ്യമോ കഴിവില്ലാത്ത ജനക്കൂട്ടങ്ങൾ നെഞ്ചു വിരിച്ച് തലനിർത്തി പറയാൻ പോകുന്ന ഇതാണ്, മഹാവീരൻ മഹാശൂരൻ ശിവാജി നമ്മുടെ സ്വന്തം ഗാഗഭട്ടരുടെ കീഴിൽ അഭയം പ്രാപിച്ച ശേഷമേ സിംഹാസനം കയറാൻ സാധിച്ചുള്ളൂ. അതായത് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ, ശിവാജി പോലെ വളരെ വീരശൂര പരാക്രമിയായ ഒരാൾക്ക് പോലും ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിന്റെ പിടിയിൽ നിന്നുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ നിന്നുകൊണ്ടാണ് ശിവാജി എന്താവുന്നത്, ഒരു ഛത്രപതിയായി മാറുന്നത്, അല്ലെങ്കിൽ ലെജിറ്റിമസി സ്വീകരിക്കുക. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ്, ശിവാജി ചെയ്ത 1000 കാര്യങ്ങൾ നല്ലത് പറഞ്ഞാലും ശിവാജിയുടെ ഇമേജ് എന്ന് പറയുന്നത് ഇന്ന് എന്താണ്, ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിന് അടിമപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാധനമാണ്. ഗോവിന്ദ് പൻസാരയൊക്കെ അത് മാത്രം പറഞ്ഞത്, അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പക്ഷെ അത് പറയുന്നത് കൊണ്ട് കൂടിയാണ്, അല്ലെങ്കിൽ ശിവാജി ഈ മുസ്ലിം വിരുദ്ധനല്ല, ഒരു മതേതരനായിരുന്നു എന്നൊക്കെ അവരുടെ രീതിയിൽ പറയുന്നത് കൊണ്ട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, അദ്ദേഹമൊക്കെ കൊല്ലപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. ശിവാജിയുടെ ഒരു ബ്രാഹ്മണ വിധേയത്വം എന്നുള്ളത് ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്, അദ്ദേഹത്തെ പൂർണ്ണമായി അബ്സോർവ് ചെയ്ത് അവരുടേതാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ടാണ് ശിവാജിയുടെ ജനനമോ മരണമോ അവർക്ക് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രനാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയേണ്ടി വരും. ഇതിനെ ഭംഗിയായിട്ട് മറയ്ക്കാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ആ എന്താ പറയുക, ഹിന്ദു സാമ്രാജ്യത്തിന് അനുകൂലമായ, അല്ലെങ്കിൽ ഈ അവരുടെ നറേറ്റീവിന് പറ്റുന്ന ഒരു ശിവാജിയെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എപ്പോഴോ ഒരു ഘട്ടത്തിൽ കാണിച്ചു പോകുന്ന, അതിന് പൊളിറ്റിക്കൽ റീസൺസ് ഒരുപാടുണ്ട്, അന്നത്തെ സാമൂഹികവും സാംസ്കാരികവുമായ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അത് നീളുന്നത് ഈ ശിവാജിയെ മൊത്തമായി എടുക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരു കാര്യം, ശിവാജിയുടെ മുസ്ലിം ശത്രുവാണ് ജാദുനാഥ് സർക്കാർ അടക്കം, അതുപോലെ തന്നെ അലിഭൂഷൺ അടക്കമുള്ള ആൾക്കാർ പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, ഈ ശിവാജിക്ക് ഔറംഗസേബിനോടുള്ള യുദ്ധം ഒരിക്കലും മതപരമായിരുന്നില്ല. അദ്ദേഹം ഒരു റിലീജിയസ് ആയിരുന്നു, വളരെ വിശ്വാസിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു മത തീവ്രവാദിയെ പോലെ, അല്ലെങ്കിൽ അത്ര മതത്തിന് വേണ്ടി കൊല്ലുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ 10-16ഓളം മുസ്ലിം ലഫ്റ്റനന്റ്മാരുണ്ടായിരുന്നു. ഇനി ഔറംഗസേബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഔറംഗസേബിന് വേണ്ടി ശിവാജിയെ എതിർക്കുന്നത് ജയ്സിംഗ് എന്ന് പറയുന്ന ഹിന്ദു രാജാവാണ്. അപ്പൊ ഇത് ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റേ ആയിരുന്നില്ല. പക്ഷെ കഷ്ടകാലത്തിന് എന്ത് സംഭവിച്ചു, നമ്മുടെ ലവ് ജിഹാദിലൊക്കെ പറ്റുന്ന പോലെ അപ്പുറത്ത് ഒരു മുസ്ലിം എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നടക്കുന്ന അപരവൽക്കരണത്തിന് ശിവാജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്നിട്ടും ശിവാജി പൂർണ്ണമായും ഹിന്ദുത്വ സർക്കിളുകളിൽ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇല്ല എന്നുള്ളതാണ് സത്യം.
സവർക്കർ തൻ്റെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ശിവാജിയെ അല്പം കാര്യമായി വിമർശിക്കുന്നുണ്ട്. വിമർശനം എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം ഗവർണറുടെ ഡോട്ടറിലോ മരുമകളെ പിടിച്ചുകൊണ്ട് വന്നു എന്ന്. ആ പിടിച്ചോണ്ട് വന്നത് ഇദ്ദേഹം വിട്ടയച്ചു. ഇദ്ദേഹം സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ശിവാജി വിട്ടയച്ചു. ഈ കാര്യത്തിനാണ് സവർക്കർ അദ്ദേഹത്തെ എതിർക്കുന്നത്. സവർക്കർ പറയുന്നത് അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു, ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. കാരണം സവർക്കറെ സംബന്ധിച്ചിടത്തോളം റേപ്പ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. എതിരാളിയുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക വഴി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഈ സവർക്കർ കൃത്യമായി ശിവാജിയെയും അതേപോലെ തന്നെ ചിമൻജി എന്ന് പറയുന്ന മറ്റൊരു ഹിന്ദു രാജാവിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ-പെങ്ങന്മാരെ ഓർമ്മയില്ലേ? അവരെ അവരെ അപമാനിച്ചത് ഓർമ്മയില്ലേ? നിങ്ങൾ അവരെ വെറുതെ വിട്ടയക്കുന്നത് എന്തിനാണ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനവും ഒരു ടേക്ക് അവേ പോയിന്റ് എന്ന് പറയാനുള്ളത്, കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വലിയൊരു കള്ളമാണ്. പുരാണത്തിലോ ചരിത്രത്തിലോ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടേ ഇല്ല. ഒരാൾക്ക് പോലും ഒരിക്കൽ സണ്ണി കവിക്കാട് ഒരിക്കലും ഒരു ഡിബേറ്റിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ കർമ്മം കൊണ്ട് ബ്രാഹ്മണനായ? ഒരാളെ പോലും കാണിച്ചു തരാൻ പറ്റില്ല. രാഹുൽ ഈശ്വറൊക്കെ എന്ന് പറയും വേദങ്ങൾ പകുത്ത മുക്കുവനായ വ്യാസൻ. ശരി, അപ്പൊ വേദങ്ങൾ പകുത്ത് കഴിഞ്ഞെങ്കിൽ അങ്ങനെ ബ്രാഹ്മണനാക്കി കൂടെ, എന്തിനീ മുക്കുവനാക്കി നിർത്തിയേക്കണേ? വിശ്വാമിത്ര സ്വർഗം പണിതിട്ട് പോലും രാജർഷി ആവാനേ പറ്റുള്ളൂ, ബ്രഹ്മർഷി ആവാൻ സാധിച്ചില്ല. ഓരോ ഉദാഹരണങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ കർമ്മം കൊണ്ട് ആകാൻ സാധിക്കില്ല. അത് നമ്മൾ വിചാരിക്കും അതൊക്കെ പണ്ടല്ലേ. ഇല്ല, ഇപ്പോഴും നമ്മുടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറയുന്നത് നിങ്ങൾക്ക് ശാന്തിപ്പണി അറിയാന്നിട്ട് കാര്യമൊന്നുമില്ല, മലയാള ബ്രാഹ്മണനാണെങ്കിൽ മാത്രമേ ശബരിമലയിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ബ്രാഹ്മണൻ ആരാ? അച്ഛനും അമ്മയൊക്കെ നമ്പൂരിമാരായിരിക്കണം, മലയാള ബ്രാഹ്മണനായിരിക്കണം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ബ്രാഹ്മണ്യം. അതിന്റെ ഇപ്പോഴത്തെ റെലവൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിന് പോലും മനസ്സിലാവുന്നില്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം സ്വീകരിക്കാൻ സാധിക്കും എന്ന് അവരുടെ വാദം. നമ്മുടെ വാദമല്ല, അവരുടെ വാദം. അങ്ങനെ സാധിക്കില്ല. ബ്രാഹ്മണ്യം ജന്മം കൊണ്ട് ബന്ധപ്പെട്ടതാണ്, അത് കർമ്മം കൊണ്ട് ബന്ധപ്പെട്ടതല്ല. കർമ്മം കൊണ്ട് എന്തെങ്കിലും ആകാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം കൂടി, ഇതിനുവേണ്ടി എടുത്ത റെഫറൻസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഈ അവസരം ഒരുക്കിയതിന് നന്ദി. താങ്ക് യു.